പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പണ്ട് മുതലേ കേൾക്കുന്നതാണ് പ്രേതം, പിശാജ്, ഇബ്ലീസ്, ശൈത്വാൻ, ചാത്തൻ, സാത്താൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇബ്ലീസൊക്കെ ഇന്നും ഈ ലോകത്തുണ്ടോ? പിശാജ് ഈ ലോകത്തുണ്ടോ? പ്രേതബാധയൊക്കെ ഈ ലോകത്തുണ്ടോ? പണ്ടൊക്കെ കാടുകളും കാവുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പ്രേതമുണ്ട്, ഇവിടെ പിശാചുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം ഇടിച്ചു നിരത്തി വലിയ ഫ്ലാറ്റുകളൊക്കെ വന്നു. അപ്പോൾ ഈ പിശാജ് അല്ലെങ്കിൽ ഇബ്ലീസ് അല്ലെങ്കിൽ ജിന്ന് അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ടൊന്ന് കേട്ടാലോ? കൂടാതെ മഹത്തുക്കൾ കിതാബുകളിൽ പറഞ്ഞ 9 തരം സ്വഭാവമുള്ള വീടുകൾ, ആ വീടുകൾ പിശാജിന്റെ താവളമാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വീട് പിശാജിന്റെ താവളമാണോ ഇല്ലയോ അല്ലയോ എന്ന് ഇപ്പം നമുക്ക് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ പിശാജിനെ ഓടിക്കാൻ 9 ഒറ്റമൂലികൾ ചെയ്താൽ മതി. കൂടാതെ 3 വസ്തുക്കൾ ഞാൻ പറഞ്ഞു തരാം. ഈ 3 വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുകച്ചു കഴിഞ്ഞാൽ പിശാജ് ഓടുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ അത്യാവശ്യമായി കേട്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകൾ പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ. ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ നമ്മുടെ വീഡിയോയിൽ കമന്റ് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷം പറയുന്നവരുണ്ട്. ഈ വർഷം ഹജ്ജിന് കിട്ടി ഉസ്താദെ, ഉംറക്ക് പോവുകയാണ്, ദ്വാരക്കണമെന്ന് സന്തോഷം പറയുന്നവരുണ്ട്. പ്രയാസങ്ങൾ പറയുന്നവർ, അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ പലപ്പോഴും ഇല്ല എന്ന്, നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഇല്ല എന്ന് മനസ്സിൽ കരുതിയ അല്ലെങ്കിൽ പറയുന്ന ഒരു വിഭാഗമാണ് പിശാചുക്കൾ. ഇബ്ലീസ്, പിശാജ്, അതുപോലെ ജിന്ന്, സാത്താൻ, ഷെയ്ത്താൻ, ചെയ്ത്താൻ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഇക്കാലത്തില്ല. ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്, 2025 ഇനി 2026 നമ്മൾ കടക്കാൻ പോകുന്നു. ഈ കാലത്തും ലോകം മൊത്തം ലൈറ്റുകളും അതുപോലെ തന്നെ ആളുകളൊക്കെ പല സ്ഥലത്ത് താമസിക്കുന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കാട്, അതുപോലെ തന്നെ കാവ്, പുള്ളിരിട്ട്, അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ പിശാച് ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. ഇന്ന് ഏത് കാലത്ത് ഏത് സ്ഥലത്താണ് പിശാച് ഉണ്ടാവുക, ഏത് സ്ഥലത്താണ് ജിന്നുണ്ടാവുക? അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ് എന്ന് മുസ്ലിമീങ്ങളായ നമ്മളിൽപ്പെട്ട പല ആളുകളും വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നത് യുക്തിവാദികളോ നിരീശ്വരവാദികളോ അല്ല, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളാണ്. അപ്പം അവരോടാണ് എൻ്റെ സംസാരം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ നിൽക്കുന്ന പള്ളിയിൽ, എറണാകുളം സെൻട്രൽ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ചയും അസ്ര നമസ്കാരത്തിന് ശേഷം ഒരു തഫ്സീർ ക്ലാസ് എടുക്കാറുണ്ട്. ഓരോ സൂറത്തും നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ആയത്തുകളൊക്കെ പരിശോധിച്ച് അതിൻ്റെ വിശദീകരണമൊക്കെ പറയുന്നു. നിലവിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന സൂറത്താണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചർച്ച ചെയ്തത് ഏകദേശം ഒരു 6-7 മാസത്തോളം തുടർച്ചയായി ആ ക്ലാസ് എടുത്തു. അപ്പോഴാണ് ഇത് തീർന്നത്. സൂറത്തുൽ ജിന്നാണ്. സൂറത്തുൽ ജിന്നിനെ പറ്റിയാണ് വിശദമായി, ആരാണ് ജിന്ന്, എന്താണ് ജിന്ന്, എങ്ങനെയാണ് ജിന്ന് എന്നൊക്കെ വിശദമായി ആ തഫ്സീർ ക്ലാസ് ഒരു അരമണിക്കൂർ എടുക്കുള്ളൂ, നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്ലാസ് മുഴുവനും എൻ്റെ ഉമ്മമാർക്കൊക്കെ ഇപ്പോൾ പറഞ്ഞു തരാൻ തുടങ്ങിയാൽ തീരൂല. അതുകൊണ്ട് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. ജിന്നുണ്ടോ? ചില ഉസ്താദുമാരുടെ മോതിരത്തിൽ ജിന്നുണ്ടാകും, ചില പള്ളികളുടെ മുകളിൽ ജിന്നുണ്ടാകും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ജിന്നുണ്ടാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജിന്നെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പിശാചും ജിന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള വിശദമായ ഒരു ചർച്ച ഞാൻ എൻ്റെ ആ തഫ്സീർ ക്ലാസ്സിൽ, ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും അതൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ല. പള്ളിയിൽ വരുന്ന ചുരുക്കം ആളുകൾ, പിന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമ്മുടെ പ്രസംഗങ്ങളൊക്കെ വരുന്ന, അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഇട്ടിരുന്നു. എന്നാലും എൻ്റെ ഉമ്മമാർക്കൊക്കെ പറഞ്ഞു തരട്ടെ, ജിന്നുകൾ മനുഷ്യനെ പോലെ, മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ച എന്തിൽ നിന്നാണ്? മനുഷ്യനെ മണ്ണിൽ നിന്നാണ്. മലക്കുകളെ അള്ളാഹു താല പ്രകാശത്തിൽ നിന്നാണ്. ജിന്നുകളെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ള ഈ ജിന്നിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പിശാജ്, ഇബ്ലീസൊക്കെ. അതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അപ്പോൾ ഈ പിശാജിനെ അല്ലെങ്കിൽ ഈ ജിന്നുകളെ അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. 5 തരമാണ് ജിന്നുകൾ ഉള്ളത്.
ഈ ജാന്ന് എന്ന പദത്തിൽ നിന്നാണ് ജിന്ന് എന്ന പദം വന്നത്. ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? മറക്കപ്പെട്ടതെന്നാണ്. മറക്കപ്പെട്ടത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ജിന്നുകളെയും പിശാചുക്കളെയും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അത് അല്ലാഹു തആല മറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എപ്പോഴേ ബോധം കെട്ട് വീണേനെ, എപ്പോഴും മരിച്ചു പോയേനെ. കാരണം വികൃതമായ പല രൂപങ്ങളുള്ള ഒരു സൃഷ്ടിയാണ് ഈ ജിന്നുകൾ അല്ലെങ്കിൽ പിശാചുകൾ എന്നുള്ളത്. അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുരുക്കി പറയാം. ജിന്നെന്ന് പറഞ്ഞാൽ 5 വിഭാഗമാണ്. ഒന്നാമത്തേത് ജിന്ന് എന്ന തനിച്ച വർഗം, അതായത് മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. രണ്ടാമത്തൊരു വിഭാഗമാണ് ആമിർ എന്ന് പറയുന്ന ജിന്നുകൾ. ആമിർ എന്ന് പറയുന്ന ജിന്നുകൾ അവരെവിടെയാണ് താമസിക്കുന്നത്? ഇപ്പൊ പലരും ഒക്കെ ചോദിക്കാറുണ്ട്, ഇപ്പൊ ജിന്നെന്നൊക്കെ പറഞ്ഞാൽ എവിടെയാ? ഇപ്പൊ കാടൊക്കെ കുറവാണല്ലോ. പണ്ടൊക്കെ കാടുകളൊക്കെ ആയിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഇടിച്ചു നിരത്തിയിട്ട് അവിടെയൊക്കെ വലിയ ഫ്ളാറ്റുകൾ വന്നു. അപ്പൊ ജിന്നുകളൊക്കെ എവിടെ, അല്ലെങ്കിൽ എന്താണ് പ്രേതമൊക്കെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ. ഈ ആമിർ എന്ന് പറയുന്ന വിഭാഗം ജിന്നുകൾ താമസിക്കുന്നത് എവിടെയാണെന്നറിയുമോ? അവർ താമസിക്കുന്നത് മലയുടെ മുകളിലാണ്. മലകൾ ഏതായാലും ഉണ്ടല്ലോ, പർവ്വതങ്ങൾ, അവയുടെയൊക്കെ മുകളിലാണ്. അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം, വീട്, ഇത്തരത്തിലുള്ള സ്ഥലത്തൊക്കെയാണ് ഈ ജിന്നുകൾ, ആമിർ എന്ന വിഭാഗത്തിൽപ്പെട്ട ജിന്നുകൾ താമസിക്കുന്നത്. മാത്രമല്ല ഈ ആമിർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജിന്നുകൾ അവർക്ക് പാമ്പ്, തേള്, നായ ഈ രൂപമൊക്കെ സ്വീകരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇനി മൂന്നാമത്തെ വിഭാഗം ജിന്നുകൾ, അവരുടെ പേര് അർവാഹ് എന്നാണ്. അർവാഹ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജിന്നുകളാണ് ഈ അർവാഹ് എന്ന് പറയുന്ന ജിന്നുകൾ. കുട്ടികൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പല അസ്വസ്ഥതകളും ഉണ്ടാക്കും. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ, മഗ്രിബിനോട് തൊട്ട് നിൽക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, അവരൊന്നും വീടിന്റെ പുറത്ത് ഇറങ്ങാതിരിക്കലാണ് നല്ലത്. കാരണം എന്താണ്? ഈ കുട്ടികളെയും അതുപോലെ തന്നെ ഗർഭിണികളായ ആളുകളെയൊക്കെ ഉപദ്രവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അർവാഹ് എന്ന് പറയുന്ന വിഭാഗം ജിന്നുകൾക്ക്. അതുകൊണ്ടാണ് മഗ്രിബിന് ശേഷം അനാവശ്യമായി കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, കുട്ടികൾ ഇറക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നു, വമിൻ ശർരി ഗാസിക്കിൻ ഇദാ വഖബ്, ഇരുൾ അടയുമ്പോഴുള്ള രാത്രിയിലെ ഷർറിൽ നിന്ന്, അതായത് ആ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ചില ജിന്നുകളുണ്ട്. ചിലപ്പോൾ ശരീരം മുഴുവൻ തടിച്ച് ചൊറിച്ചിലുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര തലവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കും, ഭയങ്കര കരച്ചിലുണ്ടാകും, ഭയങ്കര പ്രശ്നങ്ങൾ, പല മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ ജിന്നുകൾ കാരണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ വിഭാഗം ജിന്നുകളാണ് ഷൈത്വാൻ. അതായത് ജിന്നുകളിൽപ്പെട്ട കുഫർ ചെയ്യുന്ന സത്യനിഷേധികളായ ആളുകളാണ് ഷെയ്ത്വാൻമാർ. ഇവരാണ് മനുഷ്യരെയും മറ്റ് ജിന്നുകളെയൊക്കെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ പിശാചിൽ നിന്നും, അതായത് ജിന്നുകളിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഷെയ്ത്വാൻമാർ, പിശാചുക്കൾ, ഇബ്ലീസുമാർ. അവരിൽ നിന്നും കാവൽ ചോദിക്കണം. എങ്ങനെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എപ്പോഴും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ വിഭാഗം ജിന്നുകളാണ് മാരിദ് അല്ലെങ്കിൽ ഇഫ്രീത്ത്. ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളവരാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സേവകന്മാരായിട്ടുണ്ടായിരുന്നത് ഇഫ്രീത്ത് എന്ന് പറയുന്ന വിഭാഗം ജിന്നുകളായിരുന്നു. ഇവരാണ് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ പള്ളി പണിതത്. മാത്രമല്ല ആഴക്കടലുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മുത്തും രത്നവും ഒക്കെ വാരിയെടുത്ത് സുലൈമാൻ നബിക്ക് കൊടുത്തത് ഇഫ്രീത്ത് എന്ന് പറയുന്ന വിഭാഗം ജിന്നുകളായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ, ജിന്നുകൾ മൊത്തം 5 വിഭാഗമുണ്ട്. ഈ 5 വിഭാഗം ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഷെയ്ത്വാൻമാർ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഷെയ്ത്വാൻമാർ, പിശാചുക്കൾ. ഈ പിശാജ്, ഈ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ ജിന്നിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ഇവര് തന്നെ പല രൂപത്തിലാണ്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. പിശാചിനെയും ജിന്നുകളെയൊക്കെ അല്ലാഹു തആല നമ്മളെ കണ്ണിൽ നിന്നും മാറ്റി വെച്ചിരിക്കുകയാണ്. ഏകദേശം രൂപം എന്താണ്? പിശാചുക്കളുടെയൊക്കെ രൂപം മനുഷ്യൻ്റേതുപോലെ തന്നെയാണ്. അതായത് പിശാച് ഒരുപാടുണ്ട്, ഷെയ്ത്വാൻമാർ ഒരുപാടുണ്ട്, ഇബ്ലീസുമാർ ഒരുപാടുണ്ട്. അവരിൽ പൊക്കം കുറഞ്ഞവരുണ്ട്, പൊക്കം കൂടിയവരുണ്ട്, തല വലുതായവരുണ്ട്. അങ്ങനെ ഒരുപാട് പിശാചുക്കൾ ഉണ്ട്. പിന്നെ ഈ പിശാചുക്കളുടെ കണ്ണിന് നീളം കൂടുതലാണ്. മാത്രമല്ല ഉള്ളിലേക്കാണ് കണ്ണ് ഇരിക്കുന്നത്. കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരിക്കും. അതുപോലെ തന്നെ പിശാചുക്കളുടെ ചെവി, ഇബ്ലീസിന്റെ ചെവി ഈ കുതിരയുടെ അല്ലെങ്കിൽ പൂച്ചയുടെ ചെവി പോലെയായിരിക്കും. പിന്നെയോ ഈ പിശാചുക്കളുടെ മൂക്ക് അത് നീണ്ടതായിരിക്കും. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. ഇബ്ലീസ്, പിശാചിന് കൊമ്പുണ്ട്. കാളയുടെ, പശുവിന്റെ പോലെയുള്ള ചില കൊമ്പുകൾ ഉണ്ടാകും.
പിശാചുക്കൾ അവർ ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കുന്നവരാണ്. പിശാച് എന്ന് പറഞ്ഞാൽ ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കുന്നവരാണ് പിശാചുക്കൾ. മനുഷ്യന്റെ പിതാവ് ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജിന്നുകളുടെ പിതാവാണ് ജാൻ എന്ന് പറയുന്ന ആള്. ഈ ജാൻ എന്ന് പറയുന്ന ആളുടെ മക്കളിൽപ്പെട്ട ആളാണ് ആര്? ഇബിലീസ്. ആ ഇബിലീസ് അവൻ നല്ല ആളായിരുന്നു, പക്ഷെ പിന്നീട് അഹങ്കാരിയായി മാറി, അവൻ ഏറ്റവും മോശപ്പെട്ട ആളായി മാറി. ഈ ഇബിലീസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇബിലീസ് എന്ന് പറഞ്ഞാൽ 5 വിഭാഗമുണ്ട്. ഇബിലീസ് 5 വിഭാഗമുണ്ട്. സബർ, ദാസിം, അഅ്വർ, മസുവദ്, സല്ലബൂർ തുടങ്ങി ഒരുപാട് പിശാചുക്കൾ തന്നെ പല വ്യത്യസ്തമായ രൂപമുള്ള അല്ലെങ്കിൽ പലതരത്തിൽ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ആളുകളുണ്ട്. ഇബ്ലീസ്, അല്ലാഹു തആല ഇബ്ലീസിന്റെ, പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഇബ്ലീസും പിശാചൊക്കെ എവിടെ ഉണ്ടാകും? മരുഭൂമിയിലുണ്ടാകും, തരിശുഭൂമിയിലുണ്ടാകും, കാടുകളിലുണ്ടാകും, മലയുടെ മുകളിലുണ്ടാകും, താഴ്വരകളിലുണ്ടാകും, ഐസ് പർവ്വതങ്ങൾ അവിടെയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പിശാചുക്കൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകും. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ 7 തരം സ്വഭാവമുള്ള ആളുകൾ ഏതൊക്കെ വീട്ടിലുണ്ടോ അവിടെയൊക്കെ പിശാച് കൂടുകൂട്ടും. പിശാചിന് ഇഷ്ടമുള്ള 7 തരം വീടുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പറയാൻ പോവുകയാണ്. പിന്നെയോ പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ബാത്റൂം, കക്കൂസ്, ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഓടകൾ, കുപ്പത്തൊട്ടികൾ, വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങൾ, ദുർഗന്ധം വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മോശത്തരം ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇവിടെയൊക്കെയാണ് പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം. അല്ലാഹു തആല പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട്, ഇബ്ലീസിന്റെ ഉപദ്രവത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പിശാച് എന്ന് പറഞ്ഞാലും സാത്താൻ എന്ന് പറഞ്ഞാലും അതുപോലെ ദുർമേധസ് എന്നൊക്കെ പറയില്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ചില വീടുകളിൽ ഇബ്ലീസ് ഉണ്ടാകുമെന്നാണ്. ഏതൊക്കെയാണ് ആ വീടുകൾ? മഹത്തുക്കൾ പറയുന്നു 9 തരം വീടുകളിൽ ഇബ്ലീസ് ഉണ്ടാകും. ഒന്നാമത്തേത്, ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ ഏത് വീട്ടിലാണോ ഉള്ളത് അവിടെ ഇബ്ലീസ് ഉണ്ടാകും, പിശാച് ഉണ്ടാകും. മാത്രമല്ല ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, എപ്പോഴും രോഗങ്ങളായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ പെടാൻ പാടില്ല. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അവനുള്ളിടത്തോളം കാലം നമ്മുടെ വീട്ടിൽ പിശാച് ഉണ്ടാകും. പിന്നെയോ ഒന്നാമത്തേത് ഈ ലഹരി ഉപയോഗിക്കുന്ന വീടുകളാണ്. രണ്ടാമത്തേത് നിസ്കാരമില്ലാത്ത വീടുകൾ. അത് ഒരു വീട്ടിൽ എല്ലാവരും നിസ്കരിക്കാതിരിക്കണം എന്ന് വേണ്ട, ഒരു വീട്ടിൽ ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ തന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്നവളാണെങ്കിൽ അവിടെയും പിശാച് ഉണ്ടാകും. മൂന്നാമത്തേത് ഹറാമായ സംഗീതം, അല്ലെ, വലിയ രൂപത്തിൽ ഒച്ചപ്പാടും ബഹളവും ഇട്ടുള്ള ഹറാമായ സംഗീതങ്ങളുണ്ട്, അതൊക്കെ സ്ഥിരമായി കേൾക്കുന്ന വീടുകളുണ്ടോ അവിടെയും പിശാച് ഉണ്ടാകും. നാലാമത്തേത് പിണങ്ങിക്കഴിയുന്ന ആളുകളുള്ള വീടുകൾ, അവിടെയും അല്ലാഹു തആല പിശാചിന് കൂടുകൂട്ടാൻ അവസരം കൊടുക്കുമെന്നാണ്. 3 ദിവസത്തേക്കാൾ കൂടുതൽ ആരും പിണങ്ങിക്കഴിയാൻ പാടില്ല. 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോഴെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല, നേരെ നരകത്തിലേക്ക് പോകും. റബ്ബ് കാക്കുമാറാവട്ടെ. അഞ്ചാമത്തേത് രൂപങ്ങൾ, കോലങ്ങൾ അത് ഉള്ള വീടുകൾ. ഇപ്പൊ കുറവാണ് കേട്ടോ, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ബുറാക്കില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയ ബുറാക്ക് എന്ന് പറയുന്ന വാഹനം, ആ ബുറാക്ക് എന്ന് പറയുന്ന വാഹനത്തെ ഒരു ഫോട്ടോ പോലെ ആക്കി, മനുഷ്യന്റെ തല അതുപോലെ തന്നെ കുതിരയുടെ കാലൊക്കെ പോലെ ആക്കിയിട്ട് ചില വീടുകളിൽ ബറക്കത്തിന് വേണ്ടി അത് ഒട്ടിച്ചു വെക്കാറുണ്ട്. അത് പാടില്ല, അത് വെറുതെയാണ്, ആരൊക്കെ ചുമ്മാ അടിച്ചിറക്കുന്നതാണ്. അങ്ങനെ വെച്ചാൽ പിശാച് ആ വീട്ടിലുണ്ടാകും, റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. അതുപോലെ തന്നെ ചില വീടുകൾ ഇപ്പൊ കുറവാണ്, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ചില വീടുകളുടെ ഫ്രണ്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം, അതിലിങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തൊക്കെ എഴുതിയിട്ട് ഒരു ഫ്രെയിം ചെയ്ത് വെക്കുമായിരുന്നു. അതും വേണ്ട. പിന്നെ രൂപം, കോലം അതൊന്നും നമ്മുടെ വീട്ടിൽ വെക്കണ്ട. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് ഷോക്കേസിലൊക്കെ നമ്മൾ എന്ത് വെക്കും? ഈ പട്ടിയുടെ അല്ലെങ്കിൽ സിംഹത്തിന്റെ ഒക്കെ ചില ഈ ചെറിയ പ്രതിമകൾ കൊണ്ടുപോയി വെക്കുമല്ലോ, അത് നല്ലതല്ല, അതെടുത്തു മാറ്റണം കേട്ടോ. അതുപോലെ തന്നെ ആറാമത്തേത്, ദുർഗന്ധം സ്ഥിരമായിട്ടുള്ള വീടാണോ, അടിച്ചു തൂക്കാത്ത വീടാണോ, അവിടെയും പിശാചുണ്ടാകും. പിന്നെയോ ബാത്റൂമിന്റെ ഡോർ അടക്കണം, എപ്പോഴും ബാത്റൂമിന്റെ ഡോർ അടച്ചു വെക്കണം. ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡോർ അടക്കുക. വലിയ ഖൈറാണ്. ഇല്ലെങ്കിൽ പിശാചിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീടായിട്ട് മാറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എട്ടാമത്തേത്, വസ്ത്രങ്ങൾ ഇങ്ങനെ സ്ഥിരമായി വെറുതെ ഇങ്ങനെ കൂട്ടിയിടുന്ന വീടുകൾ, അവിടെയും പിശാച് കൂടുകൂട്ടുന്നതാണ്. ഒൻപതാമത്തേത്, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന വീടുകൾ, അവിടെയും പിശാചുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ 9 തരം വീടുകളിൽ പിശാച് ഉണ്ടാകും. ഇനി 9 തരം കാര്യങ്ങൾ, പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ കിട്ടാൻ 9 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തേത്,
ഏത് കാര്യം ചെയ്യുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ വാചകം, ആ വാക്ക്, പുണ്യമായ ആ ഒരു വചനം പറയാൻ മറന്നു പോവാൻ പാടില്ല. പിന്നെയോ രണ്ടാമത്തേത് സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. അത് സ്ഥിരമായി ഓതുന്ന വീടാണെങ്കിൽ അവിടെ പിശാച് ഉണ്ടാവില്ല, ഇബ്ലീസിന്റെ ശർറ് ഉണ്ടാവില്ല. എല്ലാ ദിവസവും, പ്രത്യേകിച്ച് എല്ലാ നമസ്കാരത്തിനൊക്കെ ശേഷവും സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസൊക്കെ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ ഊതിയിട്ട് ശരീരത്ത് തടവുക. അത് വലിയ ഖൈറാണ്. മൂന്നാമത്തേത് ആയത്തുൽ കുർസി ഓതുക. നമ്മൾ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാറുണ്ട്. അതല്ലാതെയും നമ്മൾ ആയത്തുൽ കുർസി പരമാവധി ഓതാൻ ശ്രമിക്കുക. ആയത്തുൽ കുർസി ഓതുന്നിടത്തോളം കാലം പിശാച് നമ്മളിൽ നിന്നും ഓടി ഓടി അകന്നകന്നു പോകുമെന്ന് നമുക്ക് കാണാം. നാലാമത്തേത് യാസീൻ സ്ഥിരമായി ഓതുന്ന വീട്, ആ വീട്ടിൽ പിശാച് ഉണ്ടാവില്ല. അഞ്ചാമത്തേത് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്തും അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്ത്. ആദ്യത്തെ 5 ആയത്ത് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ ആയത്ത്, അതാണ് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്ത്. അത് ഓതുക. അതോടൊപ്പം തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്ത്, അതായത് ലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും എന്ന് തുടങ്ങി ആമന റസൂലു എന്ന് നമ്മൾ പറയാറില്ല, ആമന റസൂലു, അത് സ്ഥിരമായി ഓതുന്ന വീടുകളാണോ ആ വീട്ടിൽ എന്തുണ്ടാവില്ല, ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ആറാമത്തേത് ദിക്റുകളും സ്വലാത്തുകളൊക്കെ സ്ഥിരമായി ഓതുന്ന, പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് ഉമ്മമാരെ നിങ്ങൾ ഓതാൻ മറന്നു പോവണ്ട. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ 2 ദിക്റുകളും 3 പ്രാവശ്യം എല്ലാ ദിവസവും ഒരു വീട്ടിൽ പറയുകയാണെങ്കിൽ അയാൾക്കും ആ വീട്ടിലും പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ഏഴാമത്തേത് വുദൂ നിത്യമാക്കുന്ന ആളുകളുള്ള വീട്ടിൽ പിശാച് ഉണ്ടാവില്ല. വുദൂ നിത്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെയും പിശാച് തൊടില്ല. എട്ടാമത്തേത് ഞാനൊന്ന് പറയട്ടെ, വിശുദ്ധമായ സൂറത്ത് ആലി ഇമ്രാനിന്റെ 154 ആയത്ത്, ചില അല്പം വലുതാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാൻ സൂറത്തിലെ 154 ആയത്ത്. ഈ ആയത്ത് നമ്മൾ ഓതണം. എത്ര പ്രാവശ്യം ഓതണം? 21 പ്രാവശ്യം ഓതണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു 3 വസ്തു എടുക്കണം. ഒന്ന് കുന്തിരിക്കം, അതുപോലെ തന്നെ സാമ്പ്രാണി, അതുപോലെ തന്നെ കിരിയാത്ത് അല്ലെങ്കിൽ നീലവേപ്പ് എന്ന് പറയും. അതിപ്പോ കിട്ടാൻ പാടാണെങ്കിൽ കുന്തിരിക്കവും സാമ്പ്രാണിയും മതി. അത് രണ്ടും നല്ലതുപോലെ പൊടിക്കുക, ഒരല്പം എടുത്ത് പൊടിക്കുക. എടുത്തിട്ട് അത് എന്ത് ചെയ്യുക, നമ്മൾ സൂറത്ത് ആലി ഇമ്രാനിന്റെ 154 ആയത്ത് 21 തവണ ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അത് ആ ഒരു നമ്മുടെ മിശ്രിതത്തിലേക്ക്, രണ്ടും പൊടിച്ചിട്ടുള്ള മിശ്രിതത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക. എന്നിട്ട് 21 പ്രാവശ്യം അത് ഓതുക. ഓതിയിട്ട് അത് അല്പം എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ 21 ദിവസം പുകക്കുക. കുന്തിരിക്കം നമ്മൾ പുകക്കൂലേ എന്നതുപോലെ ഇത് നമ്മൾ പുകക്കുക. എന്താണ്? ആ വീട്ടിൽ ഒരു ഷർറും ഒരു ബലാവും ഒരു സിഹറും ഉണ്ടാവില്ല എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. 21 ദിവസം അങ്ങനെ പുകച്ചാൽ വലിയ ഖൈറുകൾ ആ വീട്ടിലുണ്ടാകും. ഇനി 9ാമത്തെ കാര്യം, വീട്ടിലേക്ക് കടക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ടല്ലോ അല്ലെ. വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലുകൊണ്ട് കയറുക, വീട്ടിലുള്ളവരോട് സലാം പറയുക, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ കടന്നാൽ ഓതുക. അതൊക്കെ എന്താണ്? പിശാച് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോവാൻ അത് കാരണമാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആരാണ് ഇബ്ലീസ്, ഇബ്ലീസ് എത്ര വിഭാഗമാണ്, ഇബ്ലീസ് എവിടെയൊക്കെ ഉണ്ടാകും, നമ്മളത് പഠിച്ചു. അതോടൊപ്പം തന്നെ 9 തരം വീടുകൾ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമുള്ള വീടുകളാണ്. അതുപോലെ തന്നെ ഇബ്ലീസിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ 9 തരം കാര്യങ്ങൾ ചെയ്താൽ മതി. 9 കാര്യം ചെയ്താൽ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിലും നിത്യമാക്കുക, നിങ്ങളുടെ ജീവിതത്തിലും നിത്യമാക്കുക. ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും തരട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, എല്ലാവിധത്തിലുള്ള ശൈത്വാൻപരമായ, മനുഷ്യപരമായ, ജിന്നുപരമായ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഒരുപാട് ആളുകൾ ഉസ്താദ് പ്രത്യേകം ദുആ രക്കണേ, നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ രക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും സലാമത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.